Meet the editors. എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. കർണാടക അങ്കോലയിൽ മണ്ണിടിച്ചിൽപ്പെട്ട അർജുനു വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. നാളെ രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. കർണാടക ചീഫ് സെക്രട്ടറിയും IG-യും സ്ഥലത്തെത്തിയിരിക്കുകയാണ്. Mind saying, sir, the vehicle should be here. Okay, boss, we will clear it you by tomorrow. Okay. We should also hope that we have so that. Sir, once the vehicle is targeted, sir, we can get them money anyway. If the debris is coming, no problem. We will make a rescue shaft and pull off the vehicle and take the. That is okay. That's been done in the Uttarakhand Silkyar Tunnel. We saved all the 41 workers. That time. Okay, we will do it, boss, tomorrow. നാളെ രാവിലെ രക്ഷാപ്രവർത്തനം തുടരാം എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേൽ. റഡാർ പരിശോധനയിൽ ട്രക്കുണ്ടെന്ന് കരുതുന്ന പ്രദേശം കേന്ദ്രീകരിച്ചാണ് മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. മണ്ണ് നീക്കം ചെയ്ത ഈ ഭാഗത്ത് 9 അടി താഴ്ചയിൽ അർജുൻ ഉണ്ട് എന്നാണ് നിഗമനം. അതിനിടയിലാണ് തിരച്ചിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. AK അഭിലാഷിന്റെ വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ ഈ ലോഹഭാഗമുണ്ട് എന്ന് കരുതുന്ന ഇടത്ത് പരിശോധനയിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ മണ്ണ് നീക്കി തുടങ്ങിയില്ല. അവിടെ മണ്ണും വെള്ളവും ചേർന്ന് വല്ലാതെ ചളി രൂപപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് കാല് പൂഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് നേരത്തെ മനാഫ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എവിടെയാണോ തിരച്ചിൽ നടത്തേണ്ടത് എന്ന് നേരത്തെ കണ്ടെത്തിയത് ആ പ്രദേശത്ത് ആ രൂപത്തിലൊരു തിരച്ചിലേക്ക് കടന്നിട്ടില്ല എന്ന് കേൾക്കുന്നു. എന്താണ് അഭിലാഷിനെ മനസ്സിലാക്കൽ? വളരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ രക്ഷാദൗത്യം നേരത്തെ അവസാനിപ്പിക്കാനുള്ള തീരുമാനം. നേരത്തെ ഇത് 10 മണിയോടുകൂടി ഈ രക്ഷാദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ നിലയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നേരത്തെ രഞ്ജിത്ത് അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള രക്ഷാദൗത്യാംഗങ്ങളടക്കം പങ്കുവച്ചത്. ഇതിനിടയിലാണ് കനത്ത മഴ വരികയും അതോടൊപ്പം തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തത്. സംഭവത്തിൻ്റെ ഗുരുതരമായ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മണ്ണിടിഞ്ഞു വരാനുള്ള സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് നേരത്തെ ഈ ലോറി കണ്ടെത്തിയ സ്ഥലത്ത് കുഴിയെടുത്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ ഒരു നീക്കം ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മണ്ണെടുപ്പ് നടക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ മഴ പെയ്തത്. മഴ പെയ്തോടുകൂടി ഈ കുഴിയിൽ അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടായി എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഏതായാലും രഞ്ജിത്ത് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ചീഫ് സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തുടക്കം മുതൽ തെറ്റായ ദിശയിലായിരുന്നു ഇവിടുത്തെ രക്ഷാപ്രവർത്തനം എന്നാണ് രഞ്ജിത്ത് ഇവരോട് പറയുന്നത്. ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പരിശോധിക്കേണ്ടുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവസാന സമയം പരിശോധിക്കേണ്ടി വരുന്നത്. നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ദൗത്യം നേരത്തെ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കണം, അതിന് എല്ലാ സഹായവും വേണം, കഴിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അത് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ രഞ്ജിത്ത് ചീഫ് സെക്രട്ടറിയെ ബോധിപ്പിക്കുകയും ചെയ്തത്. ചീഫ് സെക്രട്ടറി ഇക്കാര്യം ബോധ്യപ്പെടുകയും നാളെ നമുക്ക് ഈ വർക്ക് ആരംഭിക്കാമെന്നുള്ള ഒരു നിർദ്ദേശവുമാണ് അപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും നാളെ രാവിലെ 7 മണിക്ക് ശേഷമായിരിക്കും ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കം മുതലുള്ള ആരോപണം തെറ്റായ ദിശയിലായിരുന്നു ഈ രക്ഷാദൗത്യം എന്നുള്ള കുടുംബത്തിൻ്റെ ആരോപണം ശരിവെക്കുക കൂടിയാണ് രഞ്ജിത്ത് അടക്കമുള്ള ഈ മേഖലയിൽ വലിയ തരത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളൊക്കെയുള്ളത്. കാരണം ഇവിടെയുള്ള ഉത്തരമേഖല SP-യുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവിടെ രക്ഷാദൗത്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റായ ദിശയിലായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതും ചോദ്യം ചെയ്യുന്ന മനാഫിനെ അടക്കം മർദ്ദിക്കുന്നൊരു സ്ഥിതിവിശേഷവും ഇന്നുണ്ടായി. ഒരുപക്ഷെ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കർണാടക പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് വളരെ ഖേദപൂർവ്വം പറയണം. കാരണം 3 ജീവനുകളാണ് ഈ മണ്ണിനകത്തുള്ളത്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് സ്വീകരിക്കാവുന്ന ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം അവരെയൊക്കെ ശത്രുവായി കണ്ട് അവരെയൊക്കെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. ഏതായാലും നാളെ ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കും. രാവിലെ 7 മണിയോടുകൂടി കേരള സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കൂടിയായിരിക്കും രക്ഷാദൗത്യം നടക്കുക. അവർ കൃത്യമായി പറയുന്നു, ആദ്യഘട്ടത്തിൽ പാളിപ്പോയി, ആ ദൗത്യം വീണ്ടും ശരിയായ ദിശയിലേക്ക് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തിവെക്കുന്നു. നാളെ രാവിലെ 7 മണിയോടുകൂടി ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. മഴ ഒരു വലിയ പ്രതിസന്ധിയാണെന്ന് പറയുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ തന്നെ വിളിക്കണമെന്ന് ആവർത്തിക്കുകയാണ് അർജുന്റെ കുടുംബം. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പ്രതികരണം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ വിളിക്കാതെ സൈന്യത്തിന് വരാനാകില്ല. 6 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്തിൽ സൈന്യമുണ്ട്. സൈന്യം എത്തിയാൽ എല്ലാം ശരിയാകുമെന്നാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷ. അത് ആരും പരിഗണിക്കുന്നില്ല എന്നാണ് അഞ്ജു പരാതിപ്പെട്ടത്.
നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് കാണിക്കാൻ പറ്റില്ല. അവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആർമി വന്നാൽ അവർക്ക് ഉറപ്പാണ്, അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആർമി പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥർ അവരെ വിളിക്കാതെ ആർമിക്ക് വരാൻ പറ്റില്ല. അവർ ബെൽഗാമിലുണ്ട്, അവിടുന്ന് 6 മണിക്കൂർ കൊണ്ട് നമ്മുടെ സ്ഥലത്ത് എത്തുമെന്ന് അവർ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ആർമിയെ വരുത്തണം. നമുക്ക് ആർമി വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഡിമാൻഡിങ് ആർമി. ബെൽഗാമിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഒരു മലയാളികൾ മേജർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡെപ്യൂട്ടി കമാൻഡറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് നമ്മളെ വിളിക്കുകയും ഒരു സിവിൽ സർവൻറ്റ് അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ആർമി വന്നാൽ അത് ക്ലിയറായി കിട്ടും. അവർക്കും നല്ല പ്രതീക്ഷ ഉണ്ട്. ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളി പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കൊക്കെ അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്രയും അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഈ 5 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവർ പോയിട്ട് കുറച്ച് സമയം കൊണ്ട് അവർ മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് നാളെ പറയും അത് നമ്മളതല്ല, വീണ്ടും അത് വൈകിക്കും. നമുക്കിനി സമയമല്ല. എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് കാണണ്ടേ. 5 ദിവസം കഴിഞ്ഞ് ഇനി ഹോപ്പൊന്നുമില്ല. പക്ഷേ ഏതായാലും ഇറങ്ങി തിരിച്ച് നമുക്ക് ആർമി വേണം. ആർമി വന്നാൽ എല്ലാം ക്ലിയർ ആവും. ആർമി വന്നില്ലെങ്കിൽ ഇത് ഇനിയും ഒരു 5 ദിവസം ഇനി അങ്ങോട്ട് പോകും. നമുക്ക് ചാനലിന് ഇതൊരു ന്യൂസ് ആയിരിക്കും, കുറേ നാട്ടുകാർക്കും അതിന് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു മാനസികാവസ്ഥ ആരും പരിഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് ആർമി വേണം. ആർമി വരാതെ ഒരു രക്ഷയില്ല. നമ്മളെല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. CM പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആർമി വരാതെ ഒരു രക്ഷയില്ല. ശക്തമായ മണ്ണിടിച്ചിൽ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഫോഴ്സൊക്കെ. അവർ റെഡിയാണ്. പിന്നെ ആരാണ് ഇത് വിളിക്കാത്തത്? ആർക്കാണ് പ്രശ്നം? അവർ റെഡിയാണ്. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കുടുംബം നേരത്തെ ആവശ്യപ്പെടുന്നതാണ്, ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായ പ്രതികരണം സഹോദരിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരിക്കുന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സൈനികർ ചിലരെങ്കിലും ഇവരെ ബന്ധപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ ദീപക്? അങ്ങനെ തന്നെയാണ് സ്മൃതി. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് അല്പം കൂടി നിരാശയോടും അതിലേറെ ആത്മരോഷത്തോടും കൂടിയാണ് ഇപ്പോൾ അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ പ്രതികരണം പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ സൈന്യം വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ആ കാര്യത്തിൽ കർണാടക സർക്കാർ ഇടപെടൽ നടത്തിയില്ല എന്നുള്ള ആക്ഷേപം വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലാണ് അഞ്ജുവിൻ്റെ പ്രതികരണം വരുന്നത്. നാളെയും ഇതുപോലെ തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കും. അപ്പോഴും ഇതേ പ്രതികരണം തന്നെയാണ് നടത്താനുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ പല സൈനിക ഉദ്യോഗസ്ഥരും അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. അവർ പറയുന്നത് ബൽഗാമിൽ സേനാംഗങ്ങൾ ഉണ്ട്, അവർക്ക് 6 മണിക്കൂർ കൊണ്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈദഗ്ധ്യമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് സേനാംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. പക്ഷേ അപ്പോഴും നിരാശ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അവരുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. ഒരു ഹോപ്പും ഇല്ല എന്നുള്ള വാക്കുകൂടി ഈ ഒരു പ്രതികരണത്തിൽ അവർ പറയുന്നത് നമ്മൾ കേട്ടു. എന്നാൽ പോലും ഞങ്ങൾക്ക് അർജുനെ കാണണ്ടേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അത് കൃത്യമായി അധികാരികൾക്ക് മുൻപിലേക്ക് എത്തേണ്ട കാര്യം തന്നെയാണ്. ഏറെ നേരമായി ഇത്തരത്തിൽ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതിനുതകുന്ന തരത്തിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കം നീക്കങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയടക്കം കൂടുതൽ തെരച്ചിൽ നടക്കുമെന്നും അത്തരത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ നേരത്തെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നാളെ നേരം വെളുക്കുന്നത് വരെയുള്ള കാത്തിരിപ്പ് ആ അർത്ഥത്തിലുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചത് വലിയ തരത്തിലുള്ള മാനസിക വിഷമമാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ അഞ്ജു പറയുന്നത് ഇത് ഒരു ഷോ അല്ല എന്നുള്ളതാണ്. അതായത് മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ പോലും ചില ആളുകളെങ്കിലും ഇതൊരു ഷോ ആയി കാണണ്ട, ഇത് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് തുറന്ന് അങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രഞ്ജിത്ത് ഇസ്രായേൽ, ഇപ്പോൾ അവിടേക്ക് ചീഫ് സെക്രട്ടറി വന്നു, അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വന്നു. എന്താണ് താങ്കളുമായി സംസാരിച്ചത്? ഹലോ, കേൾക്കാമോ രഞ്ജിത്ത്? രഞ്ജിത്ത് കേൾക്കാമോ? രഞ്ജിത്ത് കേൾക്കാമോ? തെരച്ചിൽ നിർത്തിയ സാഹചര്യം കൂടിയുണ്ട്. 8:33 ആയപ്പോഴേക്കും തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. ഉണ്ണിവാർഷൻ, രഞ്ജിത്ത് കേൾക്കാമോ? അവിടേക്ക് ചീഫ് സെക്രട്ടറിയും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വന്നല്ലോ. താങ്കൾ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് അവരുടെ ഒരു നിലപാട്? ഞാൻ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു എക്സാക്ട് പൊസിഷനിലേക്ക്, നമ്മൾ ആവശ്യപ്പെട്ട പൊസിഷനിലേക്ക് തന്നെ അവർ ചെയ്ത് വിട്ടുതരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നാളെ എന്തായാലും ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഒരു 3 മണിയായ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നാളെ വളരെ ഡീപ്പായിട്ട് ആണ് ചെയ്യാൻ പറ്റുന്നത്. ഇവരുടെ ബന്ധുക്കളും മനാഫെല്ലാം അവരുടെ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ചീഫ് സെക്രട്ടറി ഐജിയോടൊക്കെ സംസാരിച്ചത്. എല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം.
താങ്കൾ ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവരുടെ സംഘം തന്നെ കൂടെ ചേരും, അതോ താങ്കൾക്ക് വിശ്വാസമുള്ള മറ്റൊരു സംഘം കേരളത്തിൽ നിന്ന് വരുന്നുണ്ടോ? ഉണ്ട്. എന്നോട് അസിസ്റ്റ് ചെയ്ത് കൃഷ്ണദാസ് ഉണ്ട്, എന്നോട് അസിസ്റ്റ് NDRF ആയിട്ടാണ് നമ്മൾ GPR ഫുൾ അവിടെ ലൊക്കേറ്റ് ചെയ്ത്. ആ ഏരിയയായിട്ട് GPR ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ നമ്മൾ GPR അവിടെ ചെയ്തിട്ടുണ്ട്. ആ GPR മാർക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് മണ്ണ് മാറ്റിയിട്ടുണ്ട്, കുറച്ച് ഇപ്പം ഡെബ്രിസ് മാറ്റിയിട്ടുണ്ട്. നാളെ ഏർലി മോർണിംഗ് തന്നെ. ഇപ്പം കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഞങ്ങൾ ഒരുപാട് ടയർഡാണ്, കാരണം ഇന്നലെ തൊട്ട് ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഈ ട്രാവലിംഗ് ഒന്നും ഉറങ്ങാത്തതുകൊണ്ട് വളരെ ടയർഡായിട്ട് നിൽക്കുകയാണ്. ഒന്ന് കുളിക്കാൻ വേണ്ടി ഇപ്പൊ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് വന്നതാണെന്ന്. മനസ്സിലായി രഞ്ജിത്ത്. ബാക്കി കളക്ടർ SP എല്ലാം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കളക്ടർ SP എല്ലാം നല്ല കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ചെറിയൊരു അവിടെ എന്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ചെറിയൊരു അത് ഒരു ഇത്രയും ദിവസമാകില്ല. ഇപ്പൊ അവരുടെ ഒരു സ്വാഭാവികമായ പ്രതികരണം മാത്രമേ ഉള്ളൂ. രോഷം അതുപോലെ കുഴപ്പമില്ല, അതെല്ലാം മാറി, പ്രശ്നമൊന്നുമില്ല. സ്വാഭാവിക രോഷം മാത്രമേ. SP എല്ലാം കോപ്പറേറ്റ് SP ഇപ്പം ഉള്ള സ്നേഹത്തുണ്ടാകും, വേറെ പ്രശ്നമൊന്നുമില്ല. അത് നാളെ എപ്പോൾ തിരച്ചിൽ തുടങ്ങും? നാളെ ഒരു 6 മണിക്ക്, നാളെ 6 മണിക്ക് 6:30 തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 6:30 തുടങ്ങും രഞ്ജിത്ത്, 6:30 തുടങ്ങും. അതെ, 6:30 തുടങ്ങും. 6:30 ഷുവറായിട്ട് തുടങ്ങുകയാണ്. 6:30 അതിൽ മാറ്റമില്ല. ഇപ്പോൾ എത്രത്തോളം കുഴിക്കാനായിട്ടുണ്ട് ഈ സംശയിക്കുന്ന സ്ഥലത്ത്? നമ്മൾ വേറെ രീതിയിലുള്ള ഒരു ഇതാണ്. നമ്മൾ വീഡിയോ എടുക്കാനോ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ വേറെ രീതിയിലുള്ള ഒരു സെർച്ചിങ് നടക്കുന്ന ഒരു അങ്ങനെ മൊത്തം മണ്ണ് മാറ്റിയുണ്ടല്ലോ. നമുക്ക് സ്പോട്ടിങ് വേറെ മാർക്കിംഗ് ചെയ്തിട്ടുള്ള ഒരു GPR മാർക്കിംഗ് വെച്ചുള്ള ഒരു നാളെ മാക്സിമം അവിടെ കിടക്കുന്ന പ്രൊക്ലൈനേഴ്സ് എല്ലാം നമ്മുടെ സൈഡിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചർച്ചയാണ് അവിടുത്തെ IGയും അവിടെ ഹയർ ഓഫീഷ്യൽസും ചീഫ് സെക്രട്ടറി ഇപ്പൊ ചെയ്തത്. ഇപ്പൊ എന്തായാലും ബാക്കിയുള്ള നാളെ ബാക്കി കാര്യങ്ങൾ അറിയാം. ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഇതുകൊണ്ട് കഴിച്ചിട്ട് വന്നത്, അപ്പൊ അതിന്റെ ഇതായിട്ട് നിൽക്കുകയാണ്. വളരെ നന്ദി രഞ്ജിത്ത്. ഏതായാലും താങ്കൾ ക്ഷീണിതനാണ്. നാളെ രാവിലെ 6:30 ദൗത്യം തുടങ്ങേണ്ടതാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി രഞ്ജിത്ത് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ ചീഫ് സെക്രട്ടറിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ IG അടക്കമുള്ളവർ എത്തിയപ്പോൾ അവസാന മണിക്കൂറിലൊന്ന് ഓർക്കണം, 8:30 കഴിഞ്ഞ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രഞ്ജിത്തുമായി സംസാരിക്കുന്നതും. അപ്പോൾ നേരത്തെ കേരളത്തിൽ നിന്ന് വന്നുള്ള സംഘത്തോട് അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. 3 മണിക്കാണ് യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ രൂപത്തിൽ തുടങ്ങിയതെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. ശരിക്കും ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇപ്പോഴാണ് ശരിയായ ദിശയിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, 5-ാമത്തെ ദിവസം അവസാനിക്കാറായിരിക്കുന്നു. ആ സമയത്താണ് എവിടെ ഇത് അന്വേഷിക്കണം എന്നതിനെക്കുറിച്ചൊരു തീരുമാനമുണ്ടാകുന്നത്. ആ സമയത്താണ് അവിടെ ചീഫ് സെക്രട്ടറിയും IGയും അടക്കമുള്ള ആളുകൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാവുന്നതുപോലെ പ്രകൃതി ദുരന്തങ്ങളൊന്നും നമുക്ക് തടയാൻ കഴിയില്ല, പക്ഷേ അതിനോടുള്ള നമ്മുടെ ഒരു റെസ്പോൺസ് ലെവലുണ്ടല്ലോ, അത് വളരെ പ്രധാനമല്ലേ. ഇതിപ്പോൾ ആദ്യത്തെ ഏതാണ്ട് ഒരു 3 ദിവസം എങ്ങനെയാണ് കർണാടക സർക്കാർ ഈ ദുരന്തത്തോട് പ്രതികരിച്ചത്? അവിടേക്ക് ആളുകളെ എത്തുന്നില്ല, ഒരു സേനാ വിഭാഗവും എത്തുന്നില്ല. ഇപ്പം അർജുനെ പോലൊരു മലയാളി അതിൽ പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ. അപ്പോഴാണ് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് അങ്ങോട്ടേക്ക് ചില രക്ഷാപ്രവർത്തകർ എത്തുകയും ചെയ്യുന്നത്. എന്നാൽ സ്വന്തം ആളുകളുണ്ടല്ലോ ആ സംസ്ഥാനത്ത് തന്നെ. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ചായക്കടയിൽ ഏതാണ്ട് 10ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പം ആ 3 കണക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ആളുകളെ കുറിച്ചുള്ള അന്വേഷണം എത്രത്തോളം ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അതിശക്തമായൊരു സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു. നമ്മളടക്കമുള്ള എല്ലാ ടെലിവിഷൻ ചാനലുകളും കഴിഞ്ഞ 48 മണിക്കൂറുകളായിട്ട് ഈ വിഷയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടാണ് നമ്മളുടെ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു വലിയ സമ്മർദ്ദമായി മാറുമ്പോൾ അർജുൻ എന്ന് പറയുന്ന ഒരാളിലേക്ക് ഈ ശ്രദ്ധ മാറിയിട്ടുണ്ട്. അവരുടെ ഈ പറയുന്ന പ്രാദേശികമായ വാദമൊക്കെ അടുത്തിടെ വലിയ ശക്തമായി ഉന്നയിച്ച ആളുകളാണല്ലോ കർണാടക സർക്കാർ എന്ന് പറയുന്നത്. ആ സർക്കാർ അവിടെ പെട്ടിരിക്കുന്ന മറ്റു മനുഷ്യരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്ന് മാത്രവുമല്ല, അല്പം മുമ്പ് ഒരു ടെലിവിഷൻ ചാനലിൽ നിന്ന് അർജുൻ്റെ അനിയൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ കുമാരസ്വാമി അദ്ദേഹത്തോട് പറഞ്ഞത് വെയിറ്റ് 1 or 2 days എന്നാണ്. 1 or 2 days എന്നുവെച്ചാൽ നാളെ വന്നേക്കും. സിദ്ധരാമയ്യ നാളെ വന്നേക്കും എന്നുള്ളതാണ്. അതാണ് അത് നമ്മൾ കർണാടകം എന്ന് പറയുന്നത്. ഇപ്പം കേരളം എത്ര ചെറിയ സംസ്ഥാനമാണ് സ്മൃതി. ഇപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു 24 വർഷം 25 വർഷത്തെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ ദുരന്തങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ട് അല്ലേ. ഇപ്പം 2001 കേരളത്തെ ഞെട്ടിച്ച ദുരന്തമാണ് അമ്പൂരിയിലുണ്ടായ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് അല്ലേ. അമ്പൂരിയിലെ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് പിന്നെ ഏതാണ്ട് 39 മനുഷ്യരെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടു, വീടുകളടക്കം പോയി. പക്ഷേ എത്ര പെട്ടെന്നാണ്, ഞാനതാ പറയുന്നത്, ഒരു ചെറിയ സംസ്ഥാനമാണ് നമുക്ക് നമ്മുടെ അഗ്നിരക്ഷാസേന അല്ലെങ്കിൽ നമ്മളുടെ ഈ NDRF എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത്തരം ഫോഴ്സസ് ഒക്കെ വളരെ കുറവാണ്. എന്നിട്ട് കൂടിയും വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് പെട്ടിമുടി ദുരന്തമാണ്. പെട്ടിമുടി ദുരന്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? പെട്ടിമുടി ദുരന്തം നടക്കുന്നത് മൂന്നാറിനും മുകളിൽ രാജാമല എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 25 കിലോമീറ്റർ മുകളിലായിട്ടാണ്. അവിടെ
ആ ദുരന്തം സംഭവിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? അങ്ങോട്ടേക്കുള്ള പാലം ഒഴുകിപ്പോയി. ആ പാലം മുഴുവൻ തകർന്നു പോയി, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. നോക്കൂ, 2 ദിവസം കൊണ്ടാണ് നമ്മൾ 70 പേര് മരിച്ച സംഭവമാണ് ഈ പെട്ടിമല എന്ന് പറയുന്നത്. അവിടെ 2 ദിവസം കൊണ്ട് നമ്മൾ മുഴുവൻ മണ്ണും മാറ്റി ഏതാണ്ട് 50ഓളം ഡെഡ് ബോഡീസ് റിക്കവർ ചെയ്തു. ഇതൊക്കെ കേരളം പോലെ ചെറിയൊരു സ്ഥലത്തെ ചെറിയൊരു സേന ചെയ്യുന്ന കാര്യമാണ്. ആ സേന മാത്രമല്ല കേട്ടോ, ജനങ്ങൾ മുഴുവൻ ഇറങ്ങി നിന്നിട്ടാണ് അവിടെ അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇപ്പം പ്രളയം വന്നപ്പോൾ നമ്മളൊരു കൂട്ടായ്മ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ഒരു പ്രശ്നം എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ മനാഫ് പറഞ്ഞ കാര്യമാണ്. ഡ്രൈവർ അല്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒരാൾ എടുക്കുന്ന തൊഴിലിന്റെ മൂല്യമാണ് അയാളുടെ ജീവൻ എന്ന് തീരുമാനിക്കുന്ന എത്ര മോശപ്പെട്ടൊരു കാര്യമാണ്. വിലയിടാനൊക്കെ ഇവരൊക്കെ ആരാണെന്നുള്ളതാണ്. വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇത്രയും പണിയെടുക്കുന്നത്? ഈ ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ അങ്ങോട്ടേക്ക് സേനയെ വിടാനൊക്കെ തടസ്സം നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം പെട്ടിമലയൊക്കെ പോലുള്ള സ്ഥലങ്ങൾ അവിടത്തേക്ക് ഒരു ടെറൈൻ എത്ര അപകടം പിടിച്ച ടെറൈനാണ്. അവിടെയൊന്നും എളുപ്പമല്ല ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ. എന്നാൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ആ ടെറൈൻ്റെ രക്ഷാപ്രവർത്തകർ പെട്ടിമുടിയിലേക്ക് നടന്നു കയറുകയാണ്. അത് മാത്രമല്ല, ഈ ടെറൈൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ദേശീയപാത കടന്നു പോകുന്ന ഒരു ടെറൈനാണത്. അവിടേക്ക് ഈ റോഡ് ആക്സസിബിലിറ്റി ഉണ്ട്, മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങോട്ടേക്ക് സേന വരുന്നത് പിന്നീട്, ഇപ്പോഴാണ് ഇപ്പം സേന വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്, അല്ലേ? ഇതിന് മുമ്പുള്ള ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളിൽ എത്ര പേരവിടെ ഉണ്ട്? എല്ലാം കൂടി 70 പേരാണ് ഉള്ളത്. 70 പേരും 12 JCB ആണ് അവിടെ ഉള്ളത്. ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കമുള്ള വലിയൊരു കുന്നാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്, ഒരു സംശയമില്ല. അത്രയും വലിയ മൂടലാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 13-14 അടി മണൽ മൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്ക് അത് കുഴിച്ചെടുത്ത് എത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ചെളി കുറഞ്ഞ മണ്ണാണ്. പ്രശ്നം എന്താ? ഇന്നിപ്പോൾ ഈ 8 മണിക്ക് ഇത് നിർത്തുന്നു. ഇനിയിപ്പോൾ രാത്രിയിൽ അർജുനാണോ പണിയെടുക്കേണ്ടത്? ബാക്കി മുകളിൽ നിന്ന് കുറേ ആളുകൾ ഇത് തുറക്കുന്നുണ്ട്. ഇനി താഴെ കിടക്കുന്ന ആളുകൾ ഇത് തുറന്ന് മുകളിലേക്ക് വരും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്തൊരു മാനസികാവസ്ഥയാണ് ആ രീതിയിൽ അവിടെ. രാവിലെ തന്നെ ഇവരുടെ ബന്ധു ജിത്തിൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. വാച്ച് വെച്ചിട്ട് ആണ് രക്ഷാപ്രവർത്തനം. വാച്ച് വെച്ച് സമയം നോക്കിയിട്ടാണ് തുടങ്ങുന്നതും വൈകിയാണ് നേരത്തെ അവസാനിപ്പിക്കുക. അവർക്കൊരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞ് അവർ നിർത്തി, പരിപാടിയില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഇവിടുന്ന് ഇപ്പം ഈ അർജുൻ്റെ ബന്ധുക്കൾ പറയുന്നത് ഈ സമ്മർദ്ദം ഒരു എതിർവികാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. ഇത് മനസ്സിലായിട്ടില്ല കർണാടകയിലെ ഉദ്യോഗസ്ഥർക്ക്. എന്തിനാണ് ഇത്രയും ആളുകൾ കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു? കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ മറ്റു വാർത്താ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ കേന്ദ്രത്തിൽ നിന്ന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെല്ലാം നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഇത്രയും ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു എതിർവികാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഈ അർജുൻ്റെ ബന്ധുക്കൾ. നമ്മൾ ഇന്ന് കോൺടാക്ട് ചെയ്തപ്പോഴേക്ക് അവസാനത്തെ മെസ്സേജ് ഒരു സന്ദേശമാണ് തിരിച്ചു വരുന്നത്. കോൾ എടുക്കുന്നില്ല. ഹെവി പ്രഷർ ഓൺ മീ, അതാണ് സന്ദേശം. അല്ലാതെ ഇത് കണ്ടെത്താനല്ല. SP പോയപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടന്നതെന്നാണ് ജിതിനും മനാഫും ഒക്കെ പറയുന്നത്. അതെ, പോലീസ് ഉണ്ടായിരുന്നപ്പോഴാണ് രക്ഷാപ്രവർത്തനത്തിൽ ബാക്കി ജനങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ സമ്മതിക്കുന്നില്ല. സാധാരണ ഇതിൽ സുജയ, ഇപ്പം നമ്മൾ നാട്ടിൽ ഇപ്പം പ്രളയം നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുന്നത് എല്ലാ മനുഷ്യരും അനുഭവിച്ച ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കൂട്ടായി നിന്നിട്ടാണ് മനുഷ്യർ അതിനെ നേരിടുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും, ഇപ്പം ജോയി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയുള്ള തിരച്ചിലിൽ കേരളം എത്ര ദിവസമാണ് കണ്ണിമ ചിമ്മാതെ കാത്തിരുന്നത്. ഇനി വേറൊന്നും വേണ്ട, കൊല്ലത്തടുത്തിടെ നമ്മൾ രാപ്പകലില്ലാതെ നിന്ന് പണിയെടുത്തതാണല്ലോ ഒരു കുട്ടിയുടെ തിരോധാനം. ആ കുട്ടിയെ കാണാതെ പോയപ്പോൾ കേരളം മുഴുവൻ ഉണർന്നിരുന്നില്ലേ? അതൊരു കൊല്ലത്തെ പ്രശ്നം മാത്രമായിരുന്നില്ലല്ലോ. അവിടെ നിന്ന് പെട്ടെന്ന് ആളുകൾ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മൂലയിലേക്ക് കൊടുത്തു, കന്യാകുമാരിയിലേക്ക് പോകുന്നു. പിന്നെ എല്ലാ കൊച്ചിയിലടക്കം എങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങളും നിർത്തി ആളുകൾ സ്വമേധയാ പരിശോധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ലെവൽ ഉണ്ടല്ലോ, ഒരു സൊസൈറ്റി റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്, അത് വളരെ പ്രധാനമാണ്. സത്യത്തിൽ ഈ മലയാളി എന്ന് പറയുന്ന ഇതിൽ നമ്മൾ അഭിമാനിക്കുന്ന ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. നമ്മളുടെ ഒരു കൂട്ടായ്മ, അതൊക്കെ ഇപ്പോൾ നമ്മൾ വാല്യൂ ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തൊരു ദുരന്തമുണ്ടായപ്പോൾ അവരെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ് ഈ പറയുന്ന 3-4 ദിവസം ആ സ്റ്റേറ്റിൻ്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യരോടൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇതിപ്പം കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ വിവാദം എന്താണെന്ന് വെച്ചാൽ കർണാടക മണ്ണിന്മക്കൾ വാദമായിരുന്നല്ലോ സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത്. കർണാടകത്തിലുള്ള ആളുകൾക്ക് ആദ്യം തൊഴിൽ, അതിനുശേഷം ബാക്കിയുള്ളവർക്ക് എന്ന മട്ടിലൊരു നിയമം കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടത്തിയ സംസ്ഥാനമാണ്. അത് ബാധകമാണോ എന്ന് ഇത് കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. അല്ല സുജയ, ജീവൻ രക്ഷിക്കണമെന്നല്ല വെച്ചാൽ ഇപ്പം അർജുൻ്റെ പ്രശ്നം നമ്മൾ ഉന്നയിച്ചു, ശരി. അർജുൻ്റെ പ്രശ്നം നമ്മൾ കണ്ടെത്തുന്നപ്പോഴാണ് 73 മണിക്കൂർ കഴിയുമ്പോഴാണ്, അല്ലേ? ആ വീട്ടുകാർ വിളിക്കുമ്പോഴത്തേക്കും കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ ആശങ്കകൾ ഉണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ദൂരത്തിൽ യാത്ര ചെയ്യുന്ന ആളുടെ റേഞ്ചൊക്കെ പോകുന്നൊരു സ്വഭാവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശങ്ക ഉണ്ടാകുന്നില്ല. പക്ഷേ പിന്നീട് മനാഫ് ഇതറിയുകയും മനാഫിനെ അറിയിക്കുകയും ചെയ്യുമ്പോൾ മനാഫ് പോയി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ള റെസ്പോൺസ് ലെവൽ എന്താണെന്നറിയാമോ? അന്വേഷിക്കാം എന്നാണ്. അപ്പോഴും ഈ പറയുന്ന മനാഫ് എന്നൊരാൾ അർജുൻ എന്ന് പറയുന്ന ഒരു മലയാളിയുടെ വിഷയവുമായി ഷിരൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ അല്ലാതെ തന്നെ 10-12 പേര് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിൽ ഈ 7 പേരെന്ന് പറയുന്ന ആ ചായക്കടയിൽപ്പെട്ട ആളുകളാണ്. ആ കുടുംബം മൊത്തം
പിന്നെ ആ നദിയിലേക്ക് പോവുകയാണല്ലോ ചെയ്യുന്നത്. അതുകൂടാതെയാണ് നമ്മൾ ഈ പറയുന്ന 10 പേരുണ്ടെന്ന്. ആ 10 പേരെന്തായാലും അന്യനാട്ടുകാരായിരിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ആ പ്രദേശത്തൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളായിരിക്കും. ആ ചായക്കടയിൽ സ്വാഭാവികമായിട്ടും രാവിലെ ചായയൊക്കെ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ടാവുക. അബദ്ധവശാൽ ആ സമയത്ത് മലയാളിയായ അർജുൻ അവിടെ വന്ന് ചായ കുടിക്കാൻ വണ്ടി പാർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും ആ പ്രദേശത്തു നിന്നുള്ളവരാണ്. ആ പ്രദേശത്തു നിന്നുള്ളവരോട് ആ പ്രദേശത്തിൻ്റെ ചുമതലക്കാരായ സർക്കാരിനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം ആശങ്കപ്പെടുന്നത്. അർജുൻ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും എത്ര എന്താണ് ആ റെസ്പോൺസ് ലെവൽ എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാത്രമല്ല ഇങ്ങനെ ചോദിക്കും കേട്ടോ, അത് സ്വാഭാവികമാണ്. കേരളം വിട്ട് പുറത്ത് യാത്ര ചെയ്തിട്ടുള്ളവർക്കും താമസിച്ചിട്ടുള്ളവർക്കും നന്നായിട്ടറിയാം. ആഫ്റ്റർ ഓൾ ഹീസ് എ ഡ്രൈവർ, വൈ യു ആർ വറിയിങ്? ഇത് ചോദിക്കുന്നത് കാരണം നിങ്ങളുടെ തൊഴിലാണ്, നിങ്ങളുടെ ജീവൻ്റെ മൂല്യം. ഇതാണ് പ്രശ്നം. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഭിക്ഷാടകൻ റോഡിൽ വണ്ടിയിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അന്വേഷിക്കുമോ ആ ഭിക്ഷാടകനെ കുറിച്ച്? എത്ര നാളെടുത്തു സുജയ ഈ പറയുന്ന നമ്മുടെ ഈ റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങിയവരുടെ മുകളിലൂടെ വണ്ടി കയറ്റിപ്പോയ ഒരു പ്രധാനപ്പെട്ട സിനിമാ താരമുണ്ടല്ലോ, സൽമാൻ ഖാൻ അല്ലേ? ആ സൽമാൻ ഖാൻ്റെ കേസിനകത്ത് ഒരു വിധിയും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, എത്ര സുഖകരമായിട്ട് അയാൾ സിനിമയെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര സുഖകരമായിട്ട് അയാൾ പിന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു പ്രത്യേകതരം നീതിയാണ്. കാരണം എന്താ അറിയോ, മരിച്ചത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരു വിഭാഗമാണ്. പക്ഷേ കേരളം അങ്ങനെയല്ല കേട്ടോ. കേരളത്തിനകത്ത് ഇപ്പോൾ ഇന്ന് 1500 രൂപയ്ക്ക് വേണ്ടി തൊഴിലിനിറങ്ങിയ ഒരാളാണ് ജോയി എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്. പക്ഷേ ആ ജോയിയുടെ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് എത്ര ആകാംക്ഷയോടുകൂടിയാണ് കേരളം കാത്തുനിന്ന്. ആ അപകടത്തിൻ്റെ ആയി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ അതിൻ്റെ വിവാദങ്ങൾ അവസാനിച്ചിട്ടുണ്ടോ? അവിടെ ഒരാളെ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആരെയൊക്കെ ഫിക്സ് ചെയ്തു? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച, കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച, റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച, ഒരു സംവിധാനം പ്രവർത്തനക്ഷമമാകാതിരുന്നത് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് വലിയ വിവാദമായിട്ട് ഈ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഈ പറയുന്ന ഓരോ വേസ്റ്റ് ആണ് പിന്നെ മാലിന്യമായി മാറുകയും അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ പ്രശ്നമായിട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ പോലും കുറ്റവാളികളാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തിയിട്ടുള്ളൊരു സമൂഹമാണ്. അത്രത്തോളം വളരെ പുരോഗമനപരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യജീവനുള്ള സമീപനം. പക്ഷേ നിങ്ങൾ ഈ അതിർത്തി വിട്ടു നോക്കിക്കോളൂ, ഇതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത്രത്തോളം ഞാൻ പറയുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരവും ഇൻസെൻസിറ്റീവും അലസത നിറഞ്ഞൊരു സമീപനവുമാണ്. നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ കണ്ടു നോക്കാൻ തോന്നുന്നു. ആന്ധ്രയിൽ നിന്ന് കൂടുതൽ NDRF സംഘം ഷിരൂരിലേക്ക് എത്തുമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. മണ്ണിടിഞ്ഞ പ്രദേശത്ത് കൂടുതൽ മനുഷ്യ വിഭവശേഷി എത്തിക്കേണ്ടതുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ എത്തിക്കാൻ പരിമിതിയുണ്ട് എന്നും ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. അധികമായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘങ്ങൾ അവിടെ എത്തിയേക്കും എന്ന ഒരു അറിവ് ലഭിച്ചിരുന്നു. അപ്പൊ അവര് വരുമ്പോ കൂടുതൽ മനുഷ്യശേഷി ആ പ്രദേശത്ത് വിനിയോഗിക്കാൻ പറ്റും ഈ മണ്ണ് മാറ്റുന്നതിന്. JCBകൾ അല്ലെങ്കിൽ ഹിറ്റാച്ചികൾ കൂടുതൽ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സ്ഥലം പരിമിതിയുണ്ട്. അവിടെ വളരെ പരിമിതമായ സ്ഥലമാണ്. ഈ നനഞ്ഞ മണ്ണിലേക്ക് കൂടുതൽ JCBകളും എക്യുപ്മെന്റും കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് അപകടം ക്ഷണിച്ചു. ഉത്തര കന്നഡയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബവുമായി കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും ആർമിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ടു എന്ന് കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു. ഷിരൂരിൽ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് സുരേഷ് ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഉത്തര കന്നഡ MP-യുമായി രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു. വൈകാരികമായ സമ്മർദ്ദം രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാൻ കുടുംബവുമായി സംസാരിച്ചു. അപ്പോൾ തന്നെ എന്റെ സംവിധാനത്തിലുള്ള പാർട്ടിയുടെ MP-മാരെ വിളിച്ചു പറഞ്ഞു. അതിൽ ഒരാൾ ആ പ്രദേശത്തെ MP-യാണ് ഹെഗ്ഡേജി. അദ്ദേഹം അവിടെ ഓടിയെത്തുകയും അതനുസരിച്ച് കൂടുതൽ ഫോഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി അവർ ചെയ്യുന്നുണ്ട്. ഒരു സംവിധാനത്തിനൊരു രീതിയുണ്ട്. ഇമോഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രഷർ അവരുടെ മേൽ ഒരു ആഘാതമായി വീണാൽ നമുക്കൊരു റിസൾട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമെന്ന് പറയുന്നതെല്ലാം ഭയങ്കര സമ്മർദ്ദത്തിലായി പോകും. അവിടുത്തെ റഡാർ സംവിധാനം കൊണ്ടുവന്ന് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ ഒരു ഡെപ്തിന് താഴേക്ക് സാധിക്കുന്നില്ല. കാരണം ചെളിയുടെ കനം കാരണം. ചെയ്യാവുന്നതിന്റെ പരമാവധി അവിടെയുള്ള സർക്കാർ നിർദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ കർത്തവ്യ ബോധത്തോടെയാണോ വിഭാഗങ്ങളെല്ലാം കാര്യമായി തന്നെ. ശരി, ഇത് ഈ വൈകാരികമായ
പ്രതികരണങ്ങൾ വരുന്നത് സമ്മർദ്ദത്തിനിടയാക്കുന്നതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ അവിടെ തിരച്ചിലിന് പോകുന്നവരൊക്കെ വലിയ സമ്മർദ്ദത്തിലാണ്. പക്ഷേ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അതല്ല. എനിക്ക് തോന്നുന്നു ഈ ഉത്തര കന്നഡ SP നാരായണ ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും മേലുദ്യോഗസ്ഥരെയും ധരിപ്പിക്കുക. ഒരുപാട് ഇടങ്ങളിൽ നിന്ന് കോൾ വരുന്നു, പ്രഷർ ഈസ് മൗണ്ടിങ് ഓൺ അസ്. അതായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സിംഗിൾ ലൈനാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്നലെ അദ്ദേഹം നമ്മളോട് ഇതേ സമയത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്, നാളെ ഏറ്റവും വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ മാധ്യമങ്ങളെ തടയുന്നതിനൊക്കെയാണ് അദ്ദേഹം ഇന്ന് പ്രയോറിറ്റി കൊടുത്തത്. അവിടേക്ക് MLA വരുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കുമാരസ്വാമി വരുമ്പോഴൊക്കെ മാത്രമാണ് മാധ്യമങ്ങൾക്ക് അവിടേക്ക്, അതും ഒരു വാഹനത്തിൽ കൊണ്ടുപോയി ഇറക്കി കുറച്ച് സമയം അവിടേക്ക് നിർത്തിയതിനു ശേഷം തിരിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുള്ള യാഥാർത്ഥ്യം അതേസമയം തന്നെ, അതായത് തത്സമയം പുറം ലോകത്തേക്ക് എത്തരുതെന്തോ നിർബന്ധമുള്ളതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നേരത്തെ ഉണ്ണി സാർ പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ്. അതിനോടുള്ള റെസ്പോൺസ് ലെവൽ, ദുരന്ത പ്രതികരണ സേന നമുക്ക് എന്തിനാണ്? ദുരന്തത്തോട് പ്രതികരിക്കാനാണ്. പക്ഷേ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ വാർത്താ സംപ്രേഷണത്തിനിടയിൽ പറഞ്ഞു, ഈ കേരളത്തിലായിരുന്നെങ്കിൽ രണ്ടാം പക്കം അർജുൻ വീട്ടിലിരുന്ന് TV കണ്ടേനെ. കാരണം അത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ, കാരണം നമുക്ക് എല്ലാ ആക്സസും ഉണ്ട്. അതായത് ഒരു ദേശീയപാതയോരത്താണ് ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. അവിടത്തേക്ക് വാഹനത്തിന് ചെന്ന് നിൽക്കാൻ കഴിയും. ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ആളുകൾക്ക് മണ്ണ് മാറ്റാൻ കഴിയും. കൂടുതൽ ആളുകളെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലായി തന്നെ മണ്ണ് മാറ്റാനായിട്ടുള്ള, കോരി മാറ്റുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ GPS ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ളൊരു ഏകദേശ സൂചന ഈ ലോറി ഡ്രൈവർ കൊടുത്തിട്ട് തന്നെ ലോറി ഉടമ കൊടുത്തിട്ട് തന്നെ 3 ദിവസമായി. അതേ സ്പോട്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന കല്ലും മണ്ണും അല്ലാത്ത മറ്റെന്തോ മണ്ണിനടിയിലുണ്ട്. അത്രമാത്രമാണ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറിന്റെ ആന്റിന കണ്ടെത്തിയിരിക്കുന്നത്. അവിടേക്ക് ഈ GPR കൊണ്ടുവരണം എന്നുള്ള സജഷൻ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് പോയതിനു ശേഷം അത് നടപ്പാക്കാൻ വീണ്ടും എടുത്തു 1 ദിവസത്തെ സമയം. ആ ഒരു നിർദ്ദേശം മുന്നോട്ടേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അവിടേക്കാണ് റെസ്പോൺസ് വേണ്ടത്. അപ്പോൾ ആ ഒരു റെസ്പോൺസേ ഇല്ല. രഞ്ജിത്ത് ഇസ്രായേലിന് തന്നെ പല തലങ്ങളിൽ തടസ്സം നേരിട്ടു എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടക്കം കാണിക്കണേ, ഇതും കൊണ്ടല്ലല്ലോ അങ്ങോട്ട് വരുന്നത്. അല്ല, അദ്ദേഹം ഉത്തരാഖണ്ഡിൽ പോയപ്പോൾ, കവളപ്പാറയിൽ പോയപ്പോൾ, എല്ലായിടത്തും ഇതുപോലെയുള്ള ദുരന്ത സ്ഥലങ്ങളിൽ രഞ്ജിത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഉത്തരാഖണ്ഡിൽ അപകടമുണ്ടായി 2ാം നാൾ എനിക്ക് അവിടെ എത്താൻ കഴിയും. തൊട്ടടുത്തുള്ള കർണാടകയിൽ ഷിരൂരിൽ അപകടമുണ്ടായി 5ാം നാളാണ് എനിക്ക് അവിടെ എത്താൻ കഴിയുന്നത്. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ജീവൻ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത്. അവിടെ മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളുമൊക്കെ ഒരുപക്ഷെ പെട്ടുപോയിട്ടുണ്ടാകാം. രാവിലത്തെ സമയമാണ്, അതുവഴി പോകുന്ന മൃഗങ്ങളും ഒക്കെ അടിയിൽപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ എന്താണോ ആ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുള്ളത്, ആ ജീവനാണ് മൂല്യം എന്നുള്ളത്. അല്ലാതെ അവിടെ വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവറാണ്, അല്ലെങ്കിൽ ചായ കുടിക്കാൻ വന്ന നാട്ടിൻപുറത്തെ ഒരു സാധാരണക്കാരനാണ്, മന്ത്രിയോ MLA ഒക്കെ മണ്ണിനടിയിൽ പെട്ടാൽ മാത്രമേ ഇവരുടെ പ്രതികരണശേഷി ഉണരൂ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പണി ചെയ്യാൻ യോഗ്യരല്ല. അതാണ് അവരോട് പറയുന്നത്. മന്ത്രി MLA വിട്ടേക്കൂ. ഞാൻ പറയുന്ന ഒരു മിഡിൽ ക്ലാസ് മുതൽ അങ്ങോട്ടേക്ക് എടുത്താൽ ആരെങ്കിലും കുറച്ചൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു വ്യവസായി, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രമാണിയായിട്ടുള്ള ഒരാളാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഇതെല്ലാം നമ്മുടെ റെസ്പോൺസ് ലെവൽ. അപ്പം നമ്മൾ ഇതിപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പം ഒന്ന് നോക്കിക്കേ, ഈ ചൊവ്വാഴ്ചയാണല്ലോ മണ്ണിടിച്ചിലുണ്ടായത്. അതിനുശേഷം അവിടെ മണ്ണിടിച്ചിലുണ്ടായോ? ഇല്ലല്ലോ. അവിടെ ആകപ്പാടെ ഉണ്ടായിട്ടുള്ളത് മഴയാണ്. മഴയൊരു പ്രശ്നമാണ്. ആ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ പേര് അങ്ങോട്ട് പോകണ്ട എന്നാണ് തീരുമാനിക്കുന്നത്. വെച്ചാൽ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. ഇനി കുറേ കാര്യങ്ങൾ സംഭവിക്കാണ്ടിരിക്കുന്നു. വേണമെങ്കിൽ വീണ്ടും ഇത് സംഭവിക്കാം. എവിടെ സംഭവിക്കാം? അതിനെക്കുറിച്ചൊക്കെ ഒരു ഒരു മുൻകരുതലോടുകൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമുക്കില്ലേ? ഇനി ഏതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ നമ്മളുടെ പക്കലില്ലേ? അപ്പോൾ ഒരു സ്ഥലത്തൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. തൽക്കാലം നമുക്ക് നമ്മളുടെ രക്ഷ നോക്കി ഇവിടെ ഇരിക്കാം. ഈ ദുരന്തമൊക്കെ അതിൻ്റെ ഒരു കാലാവസ്ഥയൊക്കെ ഭംഗിയായതിനു ശേഷം സൗകര്യപൂർവ്വം നമുക്ക് അവിടെ പോയിട്ട് ഈ മണലൊക്കെ മാറ്റി വേണമെങ്കിൽ കിട്ടുമെങ്കിൽ ഡെഡ് ബോഡി എടുത്ത് തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പറഞ്ഞ ഈ സേനാ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് ചെയ്യാൻ കഴിയുന്ന രക്ഷാപ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും നന്നായി നടപ്പാക്കുക എന്നുള്ളതാണ് മാനുഷികമായി ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിന് പകരം നേരെ ആ ദുരന്തമൊക്കെ അവിടെ നടന്ന് എല്ലാം ഒന്ന് സമാധാനത്തിന് ശേഷം മഴയെല്ലാം തോർന്ന് കാലാവസ്ഥയൊക്കെ ഒന്ന് തെളിഞ്ഞതിന് ശേഷം അവിടെ പോയി മണ്ണെല്ലാം മാറ്റി ഈ പറയുന്ന ഡെഡ് ബോഡീസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ആരൊക്കെയാണെന്ന് കണ്ടെടുത്താം എന്ന് വിചാരിക്കുന്ന ഒരു മെഷീനറിയാണ് ഒരു സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ സർക്കാരാണ് ഒന്നാമത്തെ ഈ പറയുന്ന കുറ്റവാളി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളിപ്പോൾ കണ്ടതുപോലെ, നാട്ടുകാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ, ഇന്ന് 5ാമത്തെ ദിവസം വൈകുന്നേരം 8:30 മണിക്കാണ് ഈ പറയുന്ന ചീഫ് സെക്രട്ടറിയും IG-യും അവിടെ എത്തുന്നത്. ഇതുവരെ അവിടേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. ഇനി കേന്ദ്രമന്ത്രി ഇന്നാണ് സന്ദർശിക്കുന്നത്. ഇതുവരെ സേനയെ വിളിക്കാനുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഈ സ്ഥലത്തെ SP സ്വാഭാവികമായിട്ട് ഓടത്തും സ്മൃതി, സ്വാഭാവികമായിട്ട് അയാൾ ഒരു ജില്ലയുടെ ചുമതലയുള്ള SP ഒരു ദുരന്തം ഉണ്ടായാൽ ആ സ്ഥലത്ത് എത്തുമെന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അവിടുത്തെ ജില്ലാ കളക്ടർ എത്തും. ഇവർ രണ്ടുപേരാണ് പ്രധാനമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടത്. നോക്കൂ, ഇപ്പോൾ വയനാട്ടിൽ
ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ തുടർച്ചയായ ആക്രമണം ഉണ്ടായപ്പോൾ ആ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ആ മൃതദേഹവും എടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം എല്ലാ പാതകളും ഉപരോധിച്ചു, അല്ലേ? ഉപരോധിക്കുകയും അവിടെ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും ചെയ്തു. മന്ത്രിമാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. അതാണ് ജനങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് മാത്രമല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ തന്നെ നോക്കൂ, ലോറി ഡ്രൈവർമാരുടെ സംഘടന അവിടെ കോഴിക്കോട് പ്രതിഷേധം സംഘടിപ്പിച്ചു. അവർ പറയും ഞങ്ങൾ പോകാൻ തയ്യാറാണ്, തിരച്ചിലിന് ഞങ്ങളും എല്ലാം തയ്യാറാണ്. അത് മാത്രമല്ല, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മാൻഹോളിൽ വീണ 2 അന്യദേശത്ത് നിന്നുള്ള തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി നൌഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആൾനൂഴിയിലേക്ക് ഇറങ്ങിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്, അല്ലേ? നൌഷാദ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അയാൾക്ക് എന്ത് കാര്യത്തിനാണ്? അങ്ങനെയാണെങ്കിൽ പോയത്, നഷ്ടപ്പെട്ടത് മറ്റ് സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ഈ അതിഥി തൊഴിലാളികളാണ്. അവരങ്ങ് പോകുന്നെങ്കിൽ എന്തിനാണ് ഒരു ഉത്തരവാദിത്തോടെ ഒരു മനുഷ്യൻ കമ്മിറ്റഡ് ആയിട്ട് അതിലേക്ക് ഇറങ്ങുകയും അവിടെ വിഷവായു ശ്വസിച്ച് മരിക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ്. അപ്പം നൌഷാദ് നമ്മൾ ഈ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു ജനതയാണ് കേരളം. ഈ പ്രാദേശികവാദം എന്നുള്ളത് ശരിയല്ല, പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ച് ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മലയാളികൾ കാണിക്കുന്ന പ്രാദേശികവാദമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളികളെ ലോകത്തിന്റെ മാതൃകയാണ് ഈ അർത്ഥത്തിലൊക്കെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു സംശയമുണ്ട്. ഞാനത് എപ്പോഴും പറയുന്നതാണ്. കാരണം വെച്ചാൽ ഈ കേരളത്തിൽ ജനിച്ചു ജീവിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മറ്റ് രാജ്യങ്ങളിൽ പോയി നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ കാര്യം. മനുഷ്യബന്ധങ്ങളുടെ ഒരു മൂല്യത്തെക്കുറിച്ചും ഓരോ മനുഷ്യൻ്റെയും അവകാശത്തെക്കുറിച്ചും ഓരോ ജീവനും രക്ഷിക്കപ്പെടേണ്ടതിനെക്കുറിച്ചുമൊക്കെ നല്ല ബോധ്യമുള്ള ജനതയായിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അക്രമങ്ങൾ, ഈവൻ കമ്പയറിംഗ് വിത്ത് അതർ സ്റ്റേറ്റ്സ്, അക്രമങ്ങളില്ലാത്ത, ഹിംസയില്ലാത്ത, സമാധാനത്തിൻ്റെ ഒരു പാരഡൈസാണ് ഇതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് മറ്റൊരു സംസ്ഥാനവുമായും ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പുരോഗമനപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതികരണം തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ നമ്മൾ കണ്ടില്ല എന്നുള്ളത് ആ ജനതയെക്കുറിച്ച് നമുക്കൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏകദേശം ആ ജനത ഒന്നടങ്കം അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതേസമയം ആ സർക്കാർ ഈ രീതിയിലാണോ ആ ജനങ്ങളോട് പെരുമാറേണ്ടത് എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന അർജുൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ, മറിച്ച് അവിടെ ആ മണ്ണിനടിയിൽ പെട്ടുപോയ അനേകം മറ്റു മനുഷ്യരുണ്ട്, കർണാടകക്കാരായ മറ്റു മനുഷ്യരുണ്ട്. അവരെയൊക്കെ ഇത്ര നിസ്സാരമായിട്ടാണോ ഒരു സർക്കാർ അവരുടെ ജീവനെ സംബന്ധിച്ചും ആ ദുരന്തത്തെയും നിസ്സാരമായിട്ടാണോ സമീപിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ സുജയ നമ്മോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി വിസ്തരിക്കുകയാണ്. ഈ പ്രദേശം, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ലോഹഭാഗമുണ്ട് എന്ന് കരുതുന്ന ഇപ്പോൾ ഒരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നല്ലോ, അവിടെയാണല്ലോ ഇപ്പോൾ തിരച്ചിൽ നടത്താൻ പോകുന്നത്. ആ പ്രദേശത്തെ കുറിച്ചൊക്കെ സുജയ ഒന്ന് വിശദീകരിക്കും. നോക്കൂ, അർജുൻ ഈ കോഴിക്കോട്ടുകാരനെ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരിചിതമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും സേവ് അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോഴും നിരവധി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് എന്ന ചോദ്യം നിൽക്കുമ്പോൾ അർജുൻ്റെ യാത്രാ പഥത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അർജുൻ ജൂലൈ 8 വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത്. മനാഫ് എന്ന ലോറി ഉടമയുടെ ലോറിയുമായി, മുക്കം സ്വദേശിയാണ് മനാഫിൻ്റെ ലോറിയുമായുള്ള യാത്ര തുടങ്ങുന്നു. ജൂലൈ 8 വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ കുഞ്ഞിനെയൊക്കെ ഓമനിച്ച് യാത്ര തുടങ്ങുകയാണ് അർജുൻ. ജൂലൈ 15 രാംനഗറിൽ പോയി അവിടെ എത്തി തടിയൊക്കെ എടുത്ത് 300 കഷ്ണം തടിയാണ് ലോറിയിൽ നിറയ്ക്കുന്നത്. ആ 300 കഷ്ണം തടിയുമായി, അതിന് ഏകദേശം 25 മുതൽ 35 ടൺ വരെ ഭാരമുണ്ട്. അർജുൻ്റെ ലോറിക്ക് 15 ടൺ ഭാരമുണ്ട്. രാംനഗറിൽ നിന്ന് ആ വാഹനത്തിൽ ഈ തടിയൊക്കെ കയറ്റി പുറപ്പെടുകയാണ് ജൂലൈ 15 അർജുൻ. ഇപ്പോഴെല്ലാം ഈ യാത്രയിലുടനീളം അർജുൻ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം ലോറി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകാതിരിക്കാൻ ഈ യാത്രാവേളയിലൊക്കെ ജൂലൈ 15 നന്നായി തന്നെ എല്ലാവരോടും വീട്ടുകാരോടും എല്ലാം സംസാരിക്കുന്നുണ്ട് അർജുൻ. ജൂലൈ 16 ഈ വാഹനം ഓടിച്ചു വന്ന് ഒന്ന് വിശ്രമിക്കുന്നതിനായി ഷിരൂരിൽ അർജുൻ വണ്ടി നിർത്തിയിടുന്നത്. പുലർച്ചെ 3:30 ഷിരൂരിൽ എത്തുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ആ മലയോട് ചേർന്നുകൊണ്ട് ദേശീയപാതയോരത്ത് മറുവശത്ത് ഒരു ചായക്കടയൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ വിശ്രമിക്കാൻ ഈ റൂട്ടിൽ പോകുന്ന വണ്ടികളൊക്കെ വിശ്രമിക്കാനായി നിർത്തിയിടുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി വാഹനം നിർത്തിയിടുകയാണ് പുലർച്ചെ 3:30 രാവിലെ 8:45 കൂടിയാണ് രാവിലെ 8:45 കൂടിയാണ് ഈ 3:30 വണ്ടി നിർത്തിയിടുന്നെങ്കിലും രാവിലെ 8:45 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 3:30 ഷിരൂരിൽ എത്തിയ അർജുന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ജൂലൈ 16 തീയതി രാവിലെ 8:45 അതാണ് ആ ടൈം. ജൂലൈ 16 രാവിലെ 8:45 മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അർജുൻ്റെ വണ്ടി 3:30 കൊണ്ടുപോയി പാർക്ക് ചെയ്തതാണ് ഷിരൂരിൽ. അപ്പോൾ സ്വാഭാവികമായും 5 മണിക്കൂർ ആയി കഴിഞ്ഞിരിക്കുന്നു അർജുൻ അവിടെ എത്തിയിട്ട്. 5 മണിക്കൂറോളം ഉറങ്ങുന്ന അർജുൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഉണർന്നിട്ടുണ്ടാവുക. അപ്പോഴേക്കും വണ്ടിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ സ്വാഭാവികമായും എത്തുന്ന അനുമാനം. കാരണം മറുവശത്തുള്ള ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായി
കേരളത്തിലേക്ക് യാത്ര തിരിക്കാം എന്നായിരിക്കാം അർജുൻ കരുതിയിട്ടുണ്ടാവുക. ആ മലയോട് ചേർന്നുള്ള ആ മലഞ്ചെരുവിലെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഉറങ്ങുകയായിരുന്നു അർജുൻ. 3:30 എത്തുന്നു. 8:45 ആകുമ്പോൾ കൃത്യം 5.25 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് വീഴുന്നത്. സ്വാഭാവികമായും ഇതിനിടയ്ക്ക് പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. സൈന്യം വരണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ കരസേന നാളെ എത്തുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുകയാണ്. സുജിയ തുടരാം. കരസേനയുടെ ദൗത്യം കൂടി വന്നാൽ കുറച്ചുകൂടി ഈ ദൗത്യം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളത് അർജുന്റെ സഹോദരി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുലർച്ചെ 8:45 ആ തീയതിയാണ് പ്രധാനം. ജൂലൈ 16 പുലർച്ചെ അവിടെ വണ്ടി എത്തിച്ച അർജുന്റെ വണ്ടിക്ക് മുകളിലേക്ക് 8:45 ആകുമ്പോഴേക്കും ഈ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ജൂലൈ 20 ആയിരിക്കുകയാണ്, 5-ാം ദിവസമാണ്. അപ്പോൾ ഈ 8:45 മണ്ണിടിഞ്ഞ് വീണെങ്കിലും സ്വാഭാവികമായി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് എന്താണ്? മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പരിചയിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല ഷിരൂരിൽ നമ്മൾ കാണുന്നത്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് ഒരു മല മുഴുവൻ ഇടിഞ്ഞു വീണ ആ പ്രദേശത്തേക്ക് മണ്ണ് നീക്കം ചെയ്യുന്നതിനായി അന്നത്തെ ദിവസം, അതായത് ഡേ ജൂലൈ 16 തീയതി എത്തുന്നത്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുന്നു. അതിനിടയിലാണ് വാഹനങ്ങൾ തൊട്ടിപ്പുറത്തുള്ള ആ ദേശീയപാതയുടെ മറുഭാഗം, ഒരു ഭാഗത്ത് മലയാണെങ്കിൽ മറുഭാഗത്ത് ഗംഗാവാലി നദി ഇങ്ങനെ ഒഴുകുകയാണ്. മഴ പെയ്യുന്ന സമയമാണ്. നിറയെ വെള്ളമുള്ള ഗംഗാവാലി നദിയിലേക്കാണ് ഈ മണ്ണും കല്ലും എല്ലാം ഒഴുകിപ്പോയത്. അവിടെ നിന്നും 7 മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. അത് ആ തൊട്ടപ്പുറത്തുള്ള അർജുൻ ചായ കുടിക്കുന്നതിനായി പോകുന്ന അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിച്ച ആ കടയിലെ ആളുകൾ മുഴുവൻ ആ വെള്ളത്തിൽപ്പെട്ടു. അവരുടേതടക്കമുള്ള മൃതദേഹങ്ങൾ അതേ ദിവസം 16 തീയതി അപകട ദിവസം തന്നെ ഈ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ അവിടെ രക്ഷിക്കാനെത്തിയ ആളുകൾക്ക് കിട്ടുകയാണ്. കൂടുതൽ പേർ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ജൂലൈ 16 തീയതിയാണ്. ഇതേ ദിവസം തന്നെയാണ് കുടുംബം അർജുനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം പരസ്പരം പങ്കുവയ്ക്കുന്നത്. അപ്പോഴൊക്കെ അവർ കരുതുന്നത് അർജുൻ ഒരു പക്ഷേ റേഞ്ച് ഇല്ലാത്ത ഭാഗത്തുകൂടി യാത്ര ചെയ്യുകയായിരിക്കാം, ഈ മണ്ണിടിച്ചിലിൽ പെട്ടിട്ടുണ്ടാകില്ല, മറ്റൊരു വഴി കൂടി ആയിരിക്കാം അർജുൻ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അർജുൻ്റെ യാത്ര തടസ്സപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സ്വാഭാവികമായും ചിന്തിക്കുന്നത്. ജൂലൈ 16 തീയതി ഇത്ര മാത്രമാണ് നമ്മൾ സംഭവിക്കുന്നത്. ജൂലൈ 17 തീയതിയാണ് അർജുൻ്റെ വാഹനത്തിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുന്നത്. അർജുൻ്റെ വാഹനത്തിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചു എന്ന വിവരം ലോറി ഉടമയായ മനാഫ് വീട്ടുകാരെ അറിയിക്കുന്നു. അവർ പരസ്പരം അക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പോലീസിനെയും അർജുനെ കാണാനില്ല എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അപ്പോഴും ആ സിഗ്നൽ കിട്ടുന്നത് അതേ സ്ഥലത്ത് നിന്നാണ്, ഷിരൂരിൽ നിന്ന് തന്നെയാണ്. ഒരു നിമിഷം സുജിയ, ഇപ്പോൾ കരസേന വരുന്നു എന്നുള്ള വിവരം നമുക്ക് നൽകുന്നത് ഡോക്ടർ അരുണാണ്. അദ്ദേഹം ഇപ്പോൾ ഷിരൂരിൽ എത്തിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ അരുൺ, ഇപ്പോൾ കരസേന സൈന്യം വരിക എന്നുള്ള ആവശ്യം തുടക്കം മുതൽ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതാണ്. അല്പം മുമ്പ് അർജുൻ്റെ സഹോദരി വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. സൈന്യം എന്തുകൊണ്ട് വരുന്നില്ല, ഞങ്ങൾ എത്ര ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ എന്താണ് നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത്? ഇതുവരെ നേവിയുടെ ഒരു സേവനം മാത്രമാണ് ഈ തിരച്ചിലിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. SDRF-നും NDRF-നും പുറമെ ഇപ്പോൾ ഞാൻ അല്പസമയം മുമ്പ് സതീഷ് കൃഷ്ണ സെയിൽ അങ്കോള MLA-യുമായി സംസാരിച്ചു. MLA കരസേനയുടെ സേവനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ അതോറിറ്റിയും ജില്ലാ കളക്ടർ അടക്കം കരസേനയുടെ സഹായം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബെൽഗാം ഡിവിഷനിലെ ആർമി ആയിരിക്കും നാളെ തിരച്ചിൽ ഇറങ്ങുക. നാളെ രാവിലെ 7 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും കരസേനയുടെ സേവനമോ അവർ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇന്ന് അല്പസമയം മുമ്പ് 8:45 ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോൾ കൂടിയ യോഗമാണ് കരസേനയുടെ സേവനം ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ MLA നമ്മളോട് ഉറപ്പു നൽകിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും ഈ ടെറൈൻ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചീഫ് മിനിസ്റ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ അവശിഷ്ടങ്ങൾ, വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഇപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ തിരികെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കണമെങ്കിൽ ആർമിയുടെ സഹായം കൂടിയേ തീരൂ എന്ന വിലയിരുത്തലിൽ എത്തുകയായിരുന്നു. അല്പസമയം മുൻപ് ചേർന്ന യോഗമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബെൽഗാം ആർമി ഡിവിഷനിലെ കരസേന ഉദ്യോഗസ്ഥരായിരിക്കാം ഒരുപക്ഷെ നാളെ അവിടെ അടുത്ത് എത്തിച്ചേരുക. കാരണം എത്രയും അടുത്തുള്ള ആർമി യൂണിറ്റ് ബെൽഗാമിന്റെ ഡിവിഷനാണ്. അതല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ സേനാ വിഭാഗത്തെ അങ്ങോട്ട് കൊണ്ട് എത്തിക്കേണ്ടി വരും. തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നറിയാനാകുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഇവരുടെ കുടുംബം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയച്ചിരുന്നു, മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് വന്നത്? സ്മൃതി, നമ്മൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് മുഖ്യമന്ത്രി ഓരോ അരമണിക്കൂർ ഇടവിട്ടും ജില്ലാ അധികാരികളിൽ നിന്ന്, സിദ്ധരാമയ്യ അധികാരികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ പ്രഷർ ഇപ്പോൾ കർണാടകയിലുമുണ്ട്. നേരത്തെ ഇത്തരം ഒരു പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടർച്ചയായി നമ്മൾ മാധ്യമങ്ങളും ഒപ്പം
ഉറപ്പായും അത് വലിയ സമ്മർദ്ദമായി സർക്കാരിന് മാറുന്നു. ജില്ലാ അതോറിറ്റിയുടെ പിടിപ്പുകേട് എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മാത്രവുമല്ല അവിടെ ജില്ലാ കളക്ടറായി വന്ന ലക്ഷ്മിപ്രിയ കഴിഞ്ഞ 7 ദിവസങ്ങൾക്ക് മുൻപാണ് അധികാരം ഏറ്റെടുത്തത്. അതുകൊണ്ട് ആ പ്രദേശത്തിന്റെ യാതൊരു സങ്കീർണതയും അവർക്ക് മനസ്സിലാകുമായിരുന്നില്ല. മാത്രമല്ല ജില്ലാ അതോറിറ്റി ആദ്യം ഇത് ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. 16-ാം തീയതി ഇത് മണ്ണിടിയുന്ന സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ നടന്നിരുന്നില്ല. 17-ാം തീയതിയാണ് അല്പമെങ്കിലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്, അത് നാമമാത്രമായ രീതിയിൽ. അതിനുശേഷം കേരള സർക്കാർ ഇടപെട്ടതിനെ തുടർന്നാണ് കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നത്. പക്ഷേ അപ്പോഴും രാത്രികാലങ്ങളിൽ തിരച്ചിൽ നടത്താൻ പറ്റാത്ത ദുഷ്കരമായ ഒരു കാലാവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 9 അടി താഴെയാണ് അർജുന്റെ ട്രക്ക് ഉള്ളത്. പക്ഷേ 8:30 പെയ്ത കനത്ത മഴ വീണ്ടും രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നതിന് തടസ്സമായി. നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇന്ന് 11 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നാണ്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ കാരണം 8:45 തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് അങ്കോള MLA സുനിൽ കൃഷ്ണശീൽ നമ്മളോട് പറഞ്ഞത് ആ 8:45 തെരച്ചിൽ അവസാനിപ്പിക്കുകയും അതിന് SDRFന്റെയും NDRFന്റെയും മാത്രം സേവനം പോരാ എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുകയുമായിരുന്നു. ഇനി 9 അടി താഴ്ചയുള്ള ഈ ട്രക്ക് കണ്ടെത്തണമെങ്കിൽ കരസേനയുടെ സഹായം ആവശ്യമാണ്. ജില്ലാ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ജില്ലാ അതോറിറ്റി റിക്വസ്റ്റ് ആർമിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർമി ഉദ്യോഗസ്ഥർ നാളെ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ ഷെഡ്യൂളിലേക്ക് എത്തും. അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് SDRFനും NDRFനും ഒപ്പം നേതൃത്വം നൽകുകയും ചെയ്യും. ഇനി അതൊരു സാങ്കേതികത്വം മാത്രമാണ്. ആർമി ഡിവിഷൻ അംഗീകരിച്ച ഇതിനകത്ത് നടക്കുകയും ചെയ്യും. നേരത്തെ HD കുമാരസ്വാമി സഹായം സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ നൽകും എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രേഖാമൂലം ജില്ലാ അതോറിറ്റി ആർമിക്ക് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് MLA നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഇപ്പോൾ അങ്കോള MLAയിൽ നിന്നാണ് ഡോക്ടർ അരുൺകുമാർ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സേന എന്നുള്ള സൈന്യം എന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യം അതിലേക്ക് എത്തിയിരിക്കുന്നു കർണാടക സർക്കാർ എന്നുള്ളതാണ്. നാളെ കരസേന എത്തുന്നു, ഒരുമിച്ചുള്ള ദൗത്യത്തിലേക്ക് നീങ്ങുന്നു. സുജയ, കരസേന എത്തുന്നു എന്നുള്ളത് ഒരു ആശ്വാസ വാർത്തയാണ്. നോക്കൂ, അർജുനുമായുള്ള നമ്മുടെ കോൺടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് ആ GPS സിഗ്നൽ ആയിരുന്നു. ആ GPS സിഗ്നൽ കിട്ടിയത് 17-ാം തീയതിയാണ്, തൊട്ടടുത്ത ദിവസമാണ് അവസാനമായി കിട്ടിയത്. 18-ാം തീയതി എൻജിൻ ഓഫായി എന്നുള്ള വിവരമാണ് ഭാരത് ബെൻസിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഉണ്ടായ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ കരസേന നാളെ എത്തുന്നു എന്ന് പറയുമ്പോൾ 6-ാം നാളാണ്. അപകടമുണ്ടായി 16-ാം തീയതി രാവിലെ 8:45 മണ്ണിടിഞ്ഞ് വീണതാണ്, മലയിടിഞ്ഞ് വീണതാണ്. സാധാരണ സൈന്യത്തെ വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിനു മുൻപ് തന്നെ സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ 6-ാം നാളാണ് സൈന്യം എത്തും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മാത്രമാണ് അക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം ജില്ലാ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതും ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ജൂലൈ 18-ാം തീയതി നോക്കൂ, അപകടം നടന്ന അന്ന് 2 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നതെങ്കിൽ 3 ദിവസം പിന്നിടുമ്പോൾ, അതായത് കേരളത്തിൽ നിന്നടക്കം ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ വിളിക്കുന്ന വേളയിൽ 4 മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടി സ്ഥലത്തെത്തുന്നു. അപ്പോഴും അവർ ചെയ്യുന്നത് ദേശീയ പാതയിലെ മണ്ണ് നീക്കുന്ന പ്രവൃത്തികളാണ്. അർജുന്റെ വാഹനം കിടക്കുന്നു അല്ലെങ്കിൽ GPS സിഗ്നൽ കിട്ടി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നില്ല. അപ്പോഴാണ് മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. അർജുനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബം. അർജുന്റെ മൊബൈൽ ജൂലൈ 18-ാം തീയതി, അതായത് അപകടം നടന്നതിന്റെ 3-ാം നാൾ റിംഗ് ചെയ്യുന്നു എന്നുള്ള നിർണായക വിവരം കുടുംബം പങ്കുവയ്ക്കുകയാണ്. അധികൃതരെ ഇക്കാര്യം അറിയിക്കുന്നു. മൊബൈൽ റിംഗ് ചെയ്യുന്നുണ്ട്. അർജുൻ ആ വാഹനത്തിൽ തന്നെ ആ വിട്ടിരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ ശക്തമാകുന്നത് ജൂലൈ 18-ാം തീയതിയാണ്, മിനിഞ്ഞാന്നാണ്. തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ മൊബൈൽ വീണ്ടും റിംഗ് ചെയ്യുന്നു. പിന്നീട് അത് ഓഫായി പോവുകയാണ്. അതായത് എൻജിൻ പിന്നീട് ഓൺ ആയിട്ടില്ല. അർജുന്റെ മൊബൈൽ ഓഫ് ആകുന്നത് ഇന്നലത്തെ ദിവസമാണ്. ഇന്ന് അർജുനുമായി യാതൊരു തരത്തിലും നിമിഷം ഇപ്പോൾ അർജുന്റെ ബന്ധു ജിതിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ജിതിൻ, നാളെ അവിടെ സൈന്യവും തിരച്ചിലിനുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ജിതിന് ഞങ്ങൾക്ക് അങ്ങോട്ട് നൽകാനുള്ളത്. ഇക്കാര്യം അങ്കോള MLAയിൽ നിന്ന് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് പ്രതികരണം? തീരുമാനമാണ് MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഈ ഒരു കാര്യം ഞങ്ങൾ ഇന്നലെ മുതലേ തന്നെ ആവശ്യപ്പെട്ടതായിരുന്നു. വൈകിട്ടാണെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കുന്നു. നാളെ രാവിലെ തിരച്ചിൽ തുടങ്ങിയാണ് 6:30-ക്ക് മുതൽ തന്നെ ആർമിയുടെ സംഘം ഉണ്ടാവുമെന്നാണോ പറഞ്ഞത്? അതെ, നാളെ രാവിലെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടാവട്ടെ. എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചെടുക്കാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹമാണ്. മാത്രമല്ല ഇപ്പോൾ IG-യും ചീഫ് സെക്രട്ടറിയും വന്നപ്പോൾ രഞ്ജിത്ത് ഇസ്രയേലുമായുള്ള സംസാരം, ഒരു ചർച്ചയൊക്കെ നടന്നല്ലോ. അപ്പോൾ ഇനി അവർ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം നമ്മളോട് പ്രകടിപ്പിച്ചത്. ഇവര് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ എപ്പോഴും തയ്യാറാണ്. രഞ്ജിത്ത് ഇസ്രയേലും സംഘവും ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട് അവര്. അപ്പോൾ നാളെ സേന എത്തുന്നു എന്നുള്ള കാര്യം താങ്കളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. മനാഫിനോടും പറയൂ. വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ശരി. ശരി. അർജുന്റെ ബന്ധു ജിത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. സുജിയ,
നോക്കൂ, നാളെ കരസേന എത്തുമ്പോൾ അവരുടെ മുന്നിൽ കിടക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് ഡിറ്റക്ടർ കൊണ്ടുവന്ന മെറ്റൽ ഡിറ്റക്ടർ ഇന്ന് GPR ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയുടെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ ക്രെയിനിൽ ഉയർത്തി അവരെ അവിടേക്ക് ഇറക്കുകയായിരുന്നു. അവിടെ എത്തി ഈ ഭാഗങ്ങളിലൊക്കെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ GPR സിസ്റ്റം ഉപയോഗിച്ച് രാവിലെ ഒരു പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ സിഗ്നലുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ണ് കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഇപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാകും. കല്ലുണ്ട്, മണ്ണുണ്ട്, അതുപോലെ തന്നെ ചെളിയുണ്ട്. ഇതെല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന, മരങ്ങൾ കടപുഴകി കിടക്കുന്ന ഒരു മേഖലയാണ് ആ മധ്യഭാഗത്തുള്ളത്. അവിടെയാണ് അർജുന്റെ ട്രക്കുള്ളതായി ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത്. അവിടെ ഈ സംഘം രാവിലെ നീലിന്റെ നേതൃത്വത്തിലുള്ള NIT സംഘം നടത്തിയ GPR പൊസിഷനിങ്ങിൽ കൃത്യമായി അവർക്ക് സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീടും ആ പരിശോധനകൾ തുടർന്നു. വൈകിട്ടോടുകൂടിയാണ് കല്ലും മണ്ണും അല്ലാതെ മറ്റെന്തൊക്കെയോ സാധനങ്ങൾ ഇതിനടിയിലുണ്ട്, ഈ മണ്ണിനടിയിലുണ്ട് എന്നത് 70% ഉറപ്പിക്കുന്ന തരത്തിലുള്ള സിഗ്നലുകൾ അവർക്ക് ലഭിച്ചത്. അത് സ്വാഭാവികമായും അർജുന്റെ വാഹനം അടിയിലുണ്ട് എന്നത് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആ ഒരു പ്രതീക്ഷയിലേക്ക് എത്തുകയാണ്. നാളെ അപ്പോൾ സൈന്യം കൂടി എത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഈ ഒരു JCB ഇന്ന് പകൽ സമയം മുഴുവൻ അവിടെ കയറി ഈ മണ്ണ് നീക്കുന്നതാണ് നമ്മൾ കണ്ടത്. വൈകിട്ടോടുകൂടി ആ രക്ഷാപ്രവർത്തനം അവർ അവസാനിപ്പിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി വേഗം വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SP അടക്കം നമ്മളോട് പറഞ്ഞത് സമ്മർദ്ദം അധികരിച്ചപ്പോൾ സമ്മർദ്ദത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേഗത്തിലാക്കേണ്ടി വന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നാണ് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്, 3 മണിക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കേണ്ട ഭാഗത്ത്, അതായത് ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഈ ഭാഗത്ത് ഈ ട്രക്ക് 45 ടൺ ഭാരമുള്ള, അതായത് വാഹനത്തിന്റെ ബോഡി വെയിറ്റ് പ്ലസ് അതിലുള്ള 300 തടിക്കഷ്ണങ്ങളുടെ ഭാരമടക്കം ഒരു 45 ടൺ ഭാരമുള്ള ഭാരത് ബെൻസിന്റെ ആ ട്രക്കിനുള്ളിൽ അർജുനും ഈ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനിയും അവിടെ മണ്ണ് നീക്കേണ്ടതുണ്ട്. ആ മണ്ണ് ചെളിയും എല്ലാം കൂടിക്കുഴഞ്ഞ് അടിഞ്ഞു കിടക്കുകയാണ്. അവിടെ നിന്ന് മണ്ണ് നീക്കുന്നതിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം മതിയോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയുമാണ് സ്മൃതി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ മണ്ണ് പൂർണ്ണമായും എത്രയും വേഗം നീക്കുക, അത് ഇന്ന് സംഭവിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അർജുനിലേക്ക് എത്താനായിട്ടുള്ള നമ്മുടെ പ്രതീക്ഷ, ജീവന്റെ തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അർജുനെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. അതിനായി പ്രതീക്ഷയോടെ നമുക്കിനി നാളെ രാവിലെ 6:30 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാളെ സൈന്യം എത്തുമെന്ന് പറയുന്നു. അപ്പോൾ സമയം എത്രയാകുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ 110 മണിക്കൂറോളം ആയി കഴിഞ്ഞിരിക്കുകയാണ് അർജുൻ ആ മണ്ണിനടിയിൽപ്പെട്ടിട്ട്. നോക്കണം, 16-ാം തീയതി രാവിലെ 8:45-നാണ് ഈ മൺകൂന ഇടിഞ്ഞു വീണതും അതിന് താഴെ പാർക്ക് ചെയ്തിരുന്ന അർജുന്റെ ട്രക്കടക്കമുള്ള വാഹനങ്ങൾ അതിന്റെ അടിയിൽപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ സംഭവമാക്കി കാണാതെ ഇതൊരു വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് അവർ എത്തുന്നു എന്നുള്ളത് ആശ്വാസകരമായ, അതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ നാട്ടുകാർക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വലിയ പരാതിയുണ്ട്, വലിയ പ്രതിഷേധം ഇപ്പോൾ കോഴിക്കോട് നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ലോറി ഡ്രൈവർമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, സേവ് അർജുൻ എന്ന ബാനറുമായുള്ള പ്രതിഷേധം. ഇപ്പോൾ കൂടുതൽ നാട്ടുകാർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാത്രി 10 മണിയാകുമ്പോഴും ആ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഞങ്ങളുടെ നാട്ടുകാരനായ അർജുനെ രക്ഷപ്പെടുത്താത്ത കർണാടക സർക്കാരിൻ്റെ സമീപനം, അവിടുത്തെ പോലീസിൻ്റെ അനാസ്ഥ, ഇതൊക്കെ ഇവർ കാണുന്നു. പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ സൈന്യം നാളെ എത്തുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആൾബലവും കിട്ടുന്നു, കുറച്ചുകൂടി ശാസ്ത്രീയമായി വേഗത്തിൽ തെരച്ചിൽ അല്ലേ? പക്ഷേ എപ്പോൾ സൈന്യം എത്തുന്നു? രാവിലെ 6-ാം നാൾ സൈന്യം എത്തും. അപ്പോൾ എന്താണ് നമ്മളുടെ ഒരു നമ്മൾ നല്ല ഞാൻ പറയുന്നത്, കർണാടക സർക്കാർ എന്താണ് ഈ കാര്യത്തിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ സേനയെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അത് കറക്റ്റാണ് സുജയ, അതാണ് അതിൻ്റെ പോയിന്റ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നടത്തുന്ന ഏത് പ്രവർത്തനവും ഞങ്ങൾ ആക്ട് ചെയ്തു, കഴിയുന്നത്ര ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കുക എന്നുള്ള അല്ലെങ്കിൽ അത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ള നിലയ്ക്കാണ്. എത്ര നിരുത്തരവാദപരമാണ്. 6-ാം നാൾ അങ്ങനെയാണെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, അടിയന്തരമായി അത്തരം രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് പോകണം എന്നൊരു സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നത് ദുരന്തം കഴിഞ്ഞ് 6 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യം. ആദ്യ ദിവസങ്ങളിൽ കുറച്ച് മൃതദേഹങ്ങൾ കിട്ടിയ ശേഷം പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ, ഇനിയിപ്പോൾ അതിൽ നോക്കേണ്ട കാര്യമുണ്ടോ? തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ലല്ലോ. അവരുടെ സമീപനമാണ് ഞാൻ പറഞ്ഞത്. അവരവിടെ നോക്കിയത് പുഴയിൽ മൃതദേഹം ഒഴുകി വരുന്നുണ്ടോ
എന്നാണ്. ഇന്ന് രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ്. എന്തിനാണ്? ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ തടിക്കഷ്ണങ്ങളാണ്, അത് കെട്ടിവരിഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഈ ടിമ്പർ ലോറിയാണ്. അപ്പോൾ ആ തടിക്കഷ്ണങ്ങൾ 300 തടിക്കഷ്ണങ്ങൾ, എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ്. 300 തടിക്കഷ്ണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. അതൊന്നും ഈ 5 ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനമുണ്ടെന്ന് ഉറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണ്? കോമൺ സെൻസ് പോരെ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നാളത്തെ തിരച്ചിൽ കുടുംബവും പറയുന്നത് വലിയ പ്രതീക്ഷകളല്ല. ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ മനുഷ്യത്വപരമായ സമീപനം വേണം ഇക്കാര്യത്തിൽ. എവിടെ അർജുൻ എവിടെയെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതായാലും സൈന്യം കൂടി നാളെ എത്തുന്നു. സിദ്ധരാമയും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്കോള MLA-യുടെ സ്ഥിരീകരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 6:30-ക്കാണ് തിരച്ചിൽ തുടങ്ങാൻ പോകുന്നത്. നമ്മൾ നാളെയും തത്സമയം മുഴുവൻ സമയം അർജുനെ കിട്ടുന്നത് വരെ ഈ വാർത്തയിൽ ഉണ്ടാകും അല്ലേ? മുഴുവൻ വിശദാംശങ്ങളുമായി അവിടെ നിന്ന് തന്നെ ഡോക്ടർ അരുൺ അവിടെ നിന്ന് ആയിരിക്കും തത്സമയം ചേരുക. അപ്പോൾ ഞങ്ങൾക്കൊപ്പം തന്നെ തുടരുക. വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉണ്ടാകും. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. Meet the editors.